ഗുഡ് ഈവനിങ് എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം നേരെയാണ്. ശക്തമായിട്ട് എല്ലാവർക്കും പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. കമ്പനിയുടെ 163ാമത്തെ മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 649ാമത്തെ ആഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. കമ്പനിയുടെ 163ാമത്തെ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും വലിയ പ്രവർത്തനങ്ങളുമായി ഈ മാസം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാ ലീഡേഴ്സും വലിയ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും എന്നെ പരിചയപ്പെടുത്തി, പേര് രാജീവൻ ഡി രാജ എന്നാണ്. തൃശ്ശൂർ അയ്യന്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു സായാഹ്ന മീറ്റിങ്ങിൽ റഫീഖ് സാറ് വിളിച്ചപ്പോൾ വളരെ ഷോർട്ട് നോട്ടീസിലാണ് എന്നെ വിളിച്ചത്. എങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ എത്താൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് എത്താൻ കഴിഞ്ഞു. എന്തായാലും വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും ഇവിടെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഞാൻ ബൈ പ്രൊഫഷൻ ഞാനൊരു അഡ്വക്കേറ്റാണ്. ഏകദേശം 1993 മുതൽ അഡ്വക്കേറ്റായിട്ട് തൃശ്ശൂർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. 32 വർഷം കഴിഞ്ഞപ്പോൾ 33ാമത്തെ വർഷത്തിലാണ് നിൽക്കുന്നത് അഡ്വക്കേറ്റിൻ്റെ പ്രൊഫഷനിൽ. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് വളരെ യാദൃശ്യമായി കടന്നു വന്നൊരു വ്യക്തിയാണ്. യാദൃശ്യമായതെന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസിലേക്ക് ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനായിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു ക്ലയൻറ്റും സുഹൃത്തുമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ ഓഫീസിലേക്ക് പല കാര്യങ്ങൾക്കിടയിൽ വന്ന് എനിക്ക് ഒരു സമയത്ത് എനിക്ക് കുറേ ഉൽപ്പന്നങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തി തന്നു. ഞാൻ ആ സമയത്ത് 2-3 ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസറായിരുന്നു. 3 ബാങ്കുകളുടെ, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 3 ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസറായിരുന്നു. ബാങ്ക് ഓഫ് ബറോഡയുടെയും അതേപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്കിൻ്റെയും അതേപോലെ യൂണിയൻ ബാങ്കിൻ്റെയൊക്കെ പാനൽ അഡ്വക്കേറ്റ് ലീഗൽ പാനൽ അഡ്വക്കേറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറഞ്ഞ കമ്പനിയിലെ പാനൽ അഡ്വക്കേറ്റ് ആയിരുന്നു. ESI കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഒരു പാനൽ അഡ്വക്കേറ്റ് ആയിരുന്നു. ഇതൊക്കെ ആയിരുന്ന സമയത്ത് തന്നെ എനിക്ക് ധാരാളം തിരക്കുകളുള്ള സമയത്തായതുകൊണ്ട് അദ്ദേഹം വളരെ നിർബന്ധിച്ചപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകൾ എടുത്തു. അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞ് കുറച്ചധികം എന്നെ കൊണ്ട് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവ്വമായ നിർബന്ധം കൊണ്ട് ഞാൻ കുറച്ചധികം പ്രൊഡക്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ എടുത്തു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞില്ല. ഞാനും പ്രത്യേകിച്ച് പിന്നീട് എൻ്റെ തിരക്കുകളുമായി പോയി. ഒരു അഡ്വക്കേറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ 8:30-9 മണിക്ക് ഓഫീസിൽ വന്നാൽ പിന്നെ വൈകുന്നേരം രാത്രി 8:30-9 മണിയാകും തിരിച്ച് വീട്ടിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. എൻ്റെ കയ്യിൽ കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ പ്രൊഡക്റ്റുകൾ ഞാൻ വീട്ടിൽ കുറേ ഉപയോഗിച്ചു. ഒരു സുഹൃത്ത് എൻ്റെ വീട്ടിൽ കുറച്ച് ഉപയോഗിച്ചു. പേസ്റ്റും സോപ്പൊക്കെ ആയിരുന്നു, മറ്റു സാധനങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് ഉപയോഗിച്ചു. സുഹൃത്തുക്കൾക്കും കൊടുത്തു. അങ്ങനെ അത് വിട്ട് കുറച്ച് നാൾ കഴിഞ്ഞു. തിരക്കുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ള പല ബന്ധുക്കളും അതുപോലെ സുഹൃത്തുക്കളും എന്നോട് നല്ല പേസ്റ്റാണ്, ഇനിയും എവിടുന്ന് കിട്ടുമെന്ന് എന്നോട് ചോദിച്ചു. നല്ല സോപ്പാണ്, അല്ലെങ്കിൽ അതുപോലെ നല്ല ഷാമ്പു ആണ്, നല്ല ഹെയർ ഓയിലാണിത്, എവിടുന്ന് കിട്ടുമെന്ന് എന്നോട് അന്വേഷിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇത് എനിക്ക് എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു ഇത് എവിടെ കിട്ടും എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലൊന്നും കിട്ടാനുള്ള അവസ്ഥ ഇപ്പം ഇല്ല, ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എവിടെ നിന്ന് കിട്ടും? കോയമ്പത്തൂർ പോയി കൊണ്ടുവരണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കൊണ്ടുതരാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു, സാറിന് ഒരു എക്സ്ട്രാ ഇൻകത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. നമ്മളിൽ എല്ലാവർക്കും എക്സ്ട്രാ ഇൻകത്തിന് താല്പര്യമുള്ള വ്യക്തികളാണ്. എല്ലാവർക്കും അധിക വരുമാനം എന്ന ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരാണ്. ഞാൻ എന്തായാലും വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി ആളാണ്. പഠിച്ചിറങ്ങിയ കാലം തൊട്ട്, പഠിച്ചെന്ന് പറഞ്ഞാൽ LLB പഠിക്കുന്നതിന് മുമ്പ് ഡിഗ്രി പഠിച്ചിരുന്നു. ആ ഡിഗ്രി പഠിച്ചിരുന്ന കാലം തൊട്ട് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളതുകൊണ്ട് എക്സ്ട്രാ ഇൻകം എന്നുള്ളത് ഞാൻ അന്നേ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരുമൊത്ത് 1-2 ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറുകിട ബിസിനസ്സുകൾ 1-2 ഒക്കെ ചെയ്തു. എന്നാലും കുറച്ച് പൈസ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങി. ഒരു കമ്പ്യൂട്ടറിൻ്റെ പെരിഫറലിൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ കുറച്ച് ഒരു ഷെയർ മാർക്കറ്റിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങി. പക്ഷേ അതൊന്നും എനിക്കറിയാത്ത ജോലികളായത് കാരണം, എനിക്കതിന് കൂടുതൽ എക്സ്പെർട്ടൈസേഷൻ ഇല്ലാത്ത കാരണം അതിൽ പൈസ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ആണ് അഡ്വക്കേറ്റിൻ്റെ പ്രൊഫഷനിൽ വന്നത്. ഇവിടെ ആണെങ്കിലും എക്സ്ട്രാ വരുമാനം എന്നുള്ളത് വളരെ കാര്യങ്ങളായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ അപ്പോഴും എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും, വലിയ സ്വപ്നങ്ങളുണ്ട്. യാത്രകൾ ചെയ്യണം, നല്ല വണ്ടി കണ്ടാൽ അത് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓരോ പ്രായത്തിനനുസരിച്ച് ഓരോ സമയത്തുള്ള വലിയ ആഗ്രഹങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ അധിക വരുമാനം എന്നുള്ളത് ഇല്ലാതെ ഒരിക്കലും നടക്കില്ല. എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അമ്മയാണെങ്കിൽ വീട്ടമ്മയാണ്.
തീർച്ചയായിട്ടും എൻ്റെ വരുമാനത്തിന് എൻ്റെ വരുമാനം എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കണമെങ്കിൽ അത് ഞാൻ തന്നെ കണ്ടെത്തേണ്ടതുകൊണ്ട് അധിക വരുമാനം എന്നുള്ളത് എനിക്ക് വളരെ ആവശ്യമായിരുന്നു. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കുന്ന രീതിയിൽ വലിയ പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രൊഫഷനല്ല. എന്താ കാരണം വെച്ചാൽ അഡ്വക്കേറ്റിന്റെ പ്രൊഫഷൻ, ഡോക്ടറുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ സർവീസ് ഓറിയന്റഡ് പ്രൊഫഷനാണ്. സർവീസ് എന്ന് പറയുന്നത് സർവീസ് കൊടുക്കലാണ്. അതിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളത് കമേഴ്ഷ്യലൈസേഷൻ ആയിട്ടുള്ള ഒരു രീതി അതിൽ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു വക്കീലിന് കൂടുതൽ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിലെ കേസുകൾ കൂടണം, അങ്ങനെ കാര്യങ്ങൾ വേണം. ഇതൊക്കെയാണെങ്കിൽ അതങ്ങനെ വെച്ചാൽ ഒരു ശരിക്കും പറഞ്ഞാൽ വരുമാന മാർഗമാക്കി കാണുകയാണെങ്കിൽ അത് വേണം. പക്ഷെ അത് ആഗ്രഹിക്കാത്ത കാരണം അപ്പോഴും അധിക വരുമാനം എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇദ്ദേഹം എന്നോട് അധിക വരുമാനം എന്നുള്ള വേണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അധിക വരുമാനം വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, ഞാൻ മുമ്പ് ഒരു ബിസിനസ് ചെയ്ത് വീട്ടിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഞാനൊരു ബിസിനസ് തുടങ്ങിയത്. അത് നഷ്ടം വന്നു. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും മുതൽ മുടക്കണ്ട, പിന്നെ എങ്ങനെ നേടുമെന്ന് ചോദിച്ചപ്പോൾ ബിസിനസ് എങ്ങനെ തുടങ്ങുമെന്ന് ചോദിച്ചപ്പോൾ ഓൾറെഡി ബിസിനസ് ഉൽപ്പന്നം വാങ്ങിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഇനി വേറെ ഒന്നും മുടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് ബിസിനസ് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി ഞാൻ എറണാകുളത്ത് വരെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് എന്നെ എറണാകുളത്ത്, അന്ന് തൃശ്ശൂരോ പരിസരങ്ങളിലോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എറണാകുളത്തേക്ക് എന്നെ വിളിച്ച് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു പല ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ആ സമയത്ത് ഒരു എൻഫീൽഡ് ബുള്ളറ്റ് മേടിക്കണം എന്നായിരുന്നു ആഗ്രഹം. ആ സമയത്ത് 4750 രൂപ അതിന് EMI ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു 2000-3000 ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതല്ലേ കണ്ടെത്തണ്ടോ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം അതെങ്ങനെ ഉണ്ടാക്കുക, പൈസ കിട്ടുമെന്ന് അറിയാനായിട്ട് ഈ ബിസിനസ് കൂടെ എങ്ങനെ വരുമാനം അദ്ദേഹത്തിൻ്റെ കൂടെ പോയത്. അവിടെ പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ എൻ്റെ ശരിക്ക് എക്സൈറ്റ്മെൻറ്റ് വർദ്ധിച്ചത്. ഞാൻ ഈ 2000-3000 പ്രതീക്ഷിച്ച സ്ഥലത്ത് വലിയ വരുമാനം കിട്ടുന്ന ആളുകളെ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. വലിയ വരുമാനം കിട്ടുന്ന ആളുകളെ കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിൻ്റെ ഒരു എൻ്റെ ഒരു സ്പാർക്ക് എൻ്റെ തലയിലേക്ക് വന്നത്. ഞാനിതിൽ എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ കൊണ്ടുവന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നെ വലിയ കാര്യമായിട്ട് ഫോളോ ചെയ്തില്ല. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് എന്നെ വലിയ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹം സീരിയസ് ആയിരുന്നില്ല. പക്ഷെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പോകാത്തത് കാരണം നിരന്തരമായിട്ട് സമയം കിട്ടാവുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളിലേക്ക് പോയി. അവിടെ നമ്മുടെ എല്ലാം ഇവിടെ എൻ്റെ ഒരു ഗ്രേറ്റ് അപ്ലൈൻ ലീഡറായിട്ടുള്ള അനീസ് സാറും അനൂപ് സാറും അടങ്ങിയ ആ ടീമിലെത്താനും കാരണക്കാരനായിട്ട് ഇപ്പോഴത്തെ ITC ലീഡറായിട്ടുള്ള ശരൺകുമാർ സാറാണ്. അദ്ദേഹം വഴി അദ്ദേഹത്തിന് എന്തായാലും ഈ സമയത്ത് വളരെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. അദ്ദേഹം അവരെ പറഞ്ഞ പാതയിൽ ഞാൻ നടന്നതുകൊണ്ടാണ് എന്തെങ്കിലും എനിക്ക് ആവാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് ഉത്തമ ബോധ്യം എനിക്കുള്ളത് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു. പിന്നീട് ഈ എക്സൈറ്റ്മെന്റ് പുറകെ ഞാൻ സഞ്ചരിച്ചപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തിരിച്ചറിവുണ്ടായി. ഒന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പണിയെടുത്തുകൊണ്ട് വലിയ സ്വപ്നങ്ങളൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഞാനിനി 30 കൊല്ലം പ്രാക്ടീസ്, ആ സമയത്ത് 25 കൊല്ലം പ്രാക്ടീസ് ഉണ്ട് വക്കീലായിട്ട്. ഇനി ഒരു 25 കൊല്ലം കൂടി പ്രാക്ടീസ് ചെയ്താലും എനിക്ക് എന്ത് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു. എങ്ങനെ അറിയാൻ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 50 കൊല്ലം പ്രാക്ടീസുള്ള ഒരു വക്കീലിന് എങ്ങനെ എന്തൊക്കെ നേടിയിട്ടുണ്ടെന്ന് നമ്മൾ അന്വേഷിച്ചാൽ അതല്ലേ എനിക്ക് നേടാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിനെ കമേഴ്ഷ്യലായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ, കമേഴ്ഷ്യലായിട്ടോ നമ്മൾ വക്കീലന്മാരിപ്പോൾ ഇരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും അഡ്വക്കേറ്റ്സ് വലിയ പൈസ ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതുപോലെ വലിയ പൈസ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് പണിയെടുത്താൽ 50 കൊല്ലമായാലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അപ്പോൾ ഇവിടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്താൽ ശക്തമായിട്ട് വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായി. രണ്ടാമത് എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ നോമിനേഷൻ ഫെസിലിറ്റിയാണ്. ഞാൻ പറഞ്ഞു 3 ഒരു ബാങ്കിന്റെ പാനലിലുള്ള അഡ്വക്കേറ്റാണ്, ഒരു ഗവൺമെന്റ് ഒരു കേരള ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ പാനൽ അഡ്വക്കേറ്റാണ്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പാനൽ അഡ്വക്കേറ്റ്. ഇതൊക്കെ ആണെങ്കിലും ഞാൻ നാളെ ഇല്ലെങ്കിൽ ഇതൊന്നും എൻ്റെ വീട്ടിൽ ആർക്കും ചെയ്യാൻ സാധിക്കില്ല, എൻ്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല, എൻ്റെ വരുമാന മാർഗം ഇതാണെന്നിരിക്കെ അവരെല്ലാം ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് തന്നെ ഈ നോമിനേഷൻ ഫെസിലിറ്റി ഇവിടെ അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ നോമിനേഷൻ ഇത് വളർന്നു വലുതാവുമ്പോൾ ഒരു ടീം ബിൽഡപ്പ് ആയി കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിലും ഉൽപ്പന്നങ്ങൾ ഞാൻ തുടങ്ങുന്ന സമയത്ത് 10-25 ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ഇനി ഇത് ധാരാളം ഉൽപ്പന്നങ്ങൾ വരും, പിൻ ടു പ്ലെയിൻ മാർക്കറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കമ്പനിയുടെ വിഷൻ എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ
നാളെ ഞാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പോലും എൻ്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ട്, അടുത്ത 2 തലമുറയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ട സമയത്ത് ഇതിനെ ശക്തമായിട്ട് ഞാൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ശക്തമായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. 2.5 വർഷം. പക്ഷേ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിൾ പ്രൊഫഷനായിരുന്നു അഡ്വക്കേറ്റിൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ. ധാരാളം കുടുംബങ്ങളെയും ആൾക്കാരെയും ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിൾ ജോലിയാണ്. പെട്ടെന്ന് മാറിപ്പോകാനുള്ള സാഹചര്യം ഇല്ലാത്ത കാരണം ഞാൻ ഈ ബിസിനസ്സിനെ പതുക്കെ പതുക്കെ എൻ്റെ പ്രൊഫഷൻ ഒഴിവാക്കാനായിട്ട് ഒരു 2.5 വർഷം എനിക്ക് സമയമെടുത്തു. അങ്ങനെ 2 വർഷം പാർട്ട് ടൈം ആയിട്ട് ചെയ്ത സമയത്ത് നിരന്തരം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായിട്ട് ബിസിനസ്സിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ശക്തമായിട്ട് നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. നിരന്തരമായിട്ട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ പലതരത്തിലുള്ള തിരിച്ചറിവുകൾ എനിക്കുണ്ടായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനിടയിലും കുറേ ആളുകളെ സ്പോൺസർ ചെയ്തു. അങ്ങനെ സ്പോൺസർ ചെയ്തപ്പോൾ ടീം പലതരത്തിലും വലുതായി. അങ്ങനെ ടീം വലുതായപ്പോൾ വരുമാനങ്ങൾ ധാരാളം വരുന്നു തുടങ്ങിയപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ ടീം വലുതായപ്പോൾ ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ അഡ്വക്കേറ്റ് പ്രൊഫഷൻ അല്ലെങ്കിൽ MI ലൈഫ് സ്റ്റൈൽ കരിയറായിട്ട് ഏതെങ്കിലും ഒന്ന് കരിയറായിട്ട് എടുക്കണം എന്നുള്ള ഒരു 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 തീരുമാനം എടുക്കേണ്ട സമയം വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചത് എൻ്റെ നിലവിലെ 30 കൊല്ലത്തെ എന്നിട്ട് ആ സമയത്ത് 20-28 കൊല്ലം പ്രൊഫഷൻ ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായും മാറ്റിവെച്ച് MI ലൈഫ് സ്റ്റൈലിൻ്റെ കൂടെ നിൽക്കാനാണ് ഞാൻ തീരുമാനമെടുത്തത്. ഇന്ന് എൻ്റെ ലൈഫ് ടൈം ആയിട്ട് ഇന്ന് എൻ്റെ നിലവിലെ ഇന്നിപ്പോൾ 32 കൊല്ലം കഴിഞ്ഞു. ഈ 32 കൊല്ലത്തെ പ്രൊഫഷൻ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഇന്ന് ലൈഫ് ടൈം ആയിട്ട് MI ലൈഫ് സ്റ്റൈലിൻ്റെ കൂടെ ബിസിനസ് ചെയ്യാണ്. ഇത് എന്തൊക്കെ നേട്ടം ഉണ്ടായെന്ന് ചോദിച്ചാൽ, പല ആളുകളും വിശ്വസിക്കുന്നത് ഇത് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്നുള്ളത്. ഈ ബിസിനസ്സിലേക്ക് ആൾക്കാർ കടന്നു വരുന്നത് പല ആളുകളും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റായിട്ടൊരു ബിസിനസ്സിൻ്റെ പ്ലാൻ അവതരിപ്പിക്കുമ്പോൾ ഒരാൾ സ്ട്രൈക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ. ഇതാരൊക്കെയോ പണ്ടത്തെ പല തെറ്റായ രീതിയിൽ പഠിപ്പിച്ചു വെച്ചൊരു കാര്യം എന്ന് പറയുന്ന രീതിയിലാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ഇന്ന് തുടങ്ങി നാളേക്ക് വലിയ പണക്കാരനോ കോടീശ്വരനോ ഒരു പണിയെടുക്കാൻ്റെ വെറുതെ ഇരുന്നാൽ വരുമാനം ഉണ്ടാക്കാമെന്ന്, ഇതൊരു തൊഴിലും പണിയില്ലാത്ത ആൾക്കാർക്ക് പറ്റിയ ബിസിനസ് എന്നുള്ള രീതിയിലുള്ളൊക്കെ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് പലതും. ഇപ്പോഴും നമ്മളൊക്കെ പ്ലാൻ പറയുമ്പോൾ പല ആളുകളും അങ്ങനെയുള്ള ധാരണകളാണ്. യഥാർത്ഥത്തിൽ ഇത് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം ഒരു ബിസിനസ് തന്നെയാണ്. അത് ഏതർത്ഥത്തിലാണെന്ന് വെച്ചാൽ ഇന്ന് തുടങ്ങി നാളേക്ക് വരുമാനം ഉണ്ടാക്കുന്ന മാർഗത്തിലല്ല. നമ്മൾ വർഷങ്ങളോളം എൻ്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും വർഷങ്ങളോളം പല മേഖലയിലും പണിയെടുത്ത വ്യക്തികളാണ്. പല 30, 35, 40 വർഷമൊക്കെ പണിയെടുക്കുന്ന വ്യക്തികളാണ്. ഇപ്പോഴും അത് തന്നെയാണ് ചിന്താഗതി. പഠിക്കുക, ജോലി എടുക്കുക എന്നുള്ളതാണ് ചിന്താഗതി. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ 33 കൊല്ലത്തെ പ്രൊഫഷണലിൽ ഉണ്ടാക്കുന്നതിനൊക്കെ നേട്ടങ്ങൾ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗം എന്ന് പറഞ്ഞാൽ. ജീവിതകാലം മുഴുവൻ പണിയെടുക്കാൻ വേണ്ടി ജനിച്ചവരല്ല നമ്മൾ. ജീവിതത്തിൽ പല കാര്യങ്ങളും ആസ്വദിക്കാനും പല കാര്യങ്ങളും നേടാനും ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഏറ്റവും ഒരു 8-10 വർഷം നമ്മളൊന്ന് ശക്തമായി പ്രവർത്തിച്ചൊരു ടീം ഉണ്ടാക്കിയിട്ടാൽ നമ്മുടെ കൂടെ നമ്മളെക്കാൾ മികച്ചവർ കടന്നു വരുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാം നേടാനും ആസ്വദിക്കാനും നമുക്ക് കഴിയും. ആ അർത്ഥത്തിൽ ഈ ബിസിനസ് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഒരു വിദേശയാത്ര നടത്തിയത് ഈ ബിസിനസ്സിൽ വന്നിട്ടാണ്. കമ്പനിയുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ കൺവെൻഷനിലേക്ക് പങ്കെടുക്കാൻ എനിക്ക് ഒരു വിമാനത്തിൽ ആദ്യമായിട്ട് കയറിയതും വിദേശത്തേക്ക് പോയതും ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ്. അതേപോലെ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു ബൈക്ക് മേടിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് ഈ ബിസിനസ്സിൽ കടന്നു വന്നത്. എൻഫീൽഡ് ബുള്ളറ്റ് മേടിക്കാനാണ്. ശരിക്കും ഈ ബിസിനസ്സിൻ്റെ അവസരം കേട്ടപ്പോൾ ആ ഒരു എക്സ്ട്രാ ഇൻകം ഇതിൽ കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അങ്ങനെ ഒരു എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്ക് മേടിച്ചു. അതിനുശേഷം ഈ ബിസിനസ്സിലുണ്ടായ ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെ ഒരു കാറ് വേണം. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ വൈഫും കുട്ടികളൊക്കെ ഉള്ളവർ ഒരു 6 പേരുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 7 സീറ്റർ വണ്ടി വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ എർട്ടിഗ കാറ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു എർട്ടിഗ കാറ് ഞാൻ മേടിച്ചു. അന്ന് 10 ലക്ഷം രൂപ വിലയുള്ള ഒരു എർട്ടിഗ കാറ് മേടിച്ചു. ഇതൊക്കെ തന്നെ പിന്നീട് പലപ്പോഴും ബിസിനസ്സിന് വേണ്ടിയിട്ടും ഇതിനു വേണ്ടി ശക്തമായിട്ട് ആ വണ്ടി ഉപയോഗിച്ച് ആ വണ്ടി ശക്തമായിട്ട് ഓടി തന്നെയാണെന്ന് ബിസിനസ് ചെയ്തത്. അങ്ങനെ ശക്തമായിട്ട് കേരളത്തിൻ്റെ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയ ബിസിനസ് കേരളത്തിൻ്റെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ബിസിനസ്സല്ല. പല ആളുകളും പലതരത്തിലും പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരിക. അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് പലരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പല സ്ഥലത്തേക്കും വണ്ടി ശക്തമായിട്ട് ഓടിച്ച് ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വണ്ടി എർട്ടിഗ കാറ് കൊടുത്തത്. ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് ഒരു പ്രീമിയം വെഹിക്കിളിലാണ്. മഹീന്ദ്രയുടെ XUV 700 എന്ന് പറയുന്ന ഒരു കാറിലാണ് ഞാനിന്ന് സഞ്ചരിക്കുന്നത്. ഇത് അതേപോലെ തന്നെ ഇന്ന് പലതരത്തിൽ ഞാനൊരു വക്കീലായിരുന്നെങ്കിൽ തൃശ്ശൂർ ഒരു ഓഫീസിൽ മാത്രം 1-2 ക്ലർക്കുമാർക്കോ അല്ലെങ്കിൽ കുറച്ച് പേർക്കോ ജോലി കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം 10,000-15,000 ആൾക്കാർ ഇന്ന് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്.
തൃശ്ശൂർ മാത്രം ഇരുന്ന് ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം കോടതി, വീട്, ഓഫീസിൽ നിന്ന് നിന്നിരുന്നാണെങ്കിൽ ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്തുമായിട്ട് ഇന്ന് എനിക്ക് സഞ്ചരിക്കാനും ശക്തമായിട്ട് ധാരാളം റിലേഷൻഷിപ്പ്, ധാരാളം ആളുകളുമായിട്ട് ബന്ധപ്പെടാനും, ഏത് ജില്ലയിൽ പോയാലും നമുക്ക് അറിയപ്പെടുന്നതായിട്ടും, എൻ്റെ ഒരു ടീം മാത്രമല്ല അല്ലാതെയുള്ള പല ടീമുമായിട്ടും നമ്മൾക്കൊരു എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കാർ മേടിച്ചതോ അല്ലെങ്കിൽ ബൈക്ക് മേടിച്ചതോ അല്ല കാര്യം. എൻ്റെ കൂടെ നിരവധി ആളുകൾ ഇന്ന് ഞാൻ ആദ്യമായി ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയത് കുന്നംകുളം സ്വദേശിയായിട്ടുള്ള നൗഷാദ് സാറിനെയാണ്. ആ നൗഷാദ് സാർ ഇന്ന് എൻ്റെ അതേ റാങ്കിലാണ് നിൽക്കുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത 2 പേര് ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഏകദേശം 25-ലധികം ആളുകൾ ഇന്ന് സ്വന്തമായി കാർ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നു. അതിനേക്കാൾ ഇരട്ടി ആളുകൾ 2 വീലർ ബിസിനസ്സിലൂടെ നേടി ബിസിനസ് ചെയ്യുന്നു. ഇത് ശക്തമായൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളിതിനെ ആദ്യം മനസ്സിലാക്കാനും ശക്തമായിട്ട് ഇതിനെ പഠിക്കാനും നമ്മൾ തരണം. പഠിക്കുക എന്ന് ഞാൻ അർത്ഥത്തിൽ പറയുന്നതിന് കോളേജിൽ ഇപ്പോൾ പഠിക്കുന്ന പോലുള്ള പഠിപ്പല്ല വേണ്ടത്. ഇതിനെ ശരിയായ ഒരു വീക്ഷണകോണിൽ കാണുക, ശരിയായ ഒരു ആംഗിളിൽ ഇതിനെ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നമ്മളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് എന്തിനാണ് ഈ ബിസിനസ് തുടങ്ങുന്നത് വെച്ചാൽ, ആ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരാണ് ഈ ബിസിനസ്സിന് ഏറ്റവും വലിയ യോജിപ്പുള്ള ആൾക്കാർ. ഇത് തുടങ്ങാൻ ഏറ്റവും അർഹതയുള്ള ആൾക്കാർ ഞാൻ പറയും. അപ്പോൾ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ, ഇനി അത് നിങ്ങളെ കടബാധ്യത തീർക്കണം എന്നാണെങ്കിൽ പോലും അത് തന്നെയാണ്. ഈ കടബാധ്യത എന്തിനാണെങ്കിലും, ആവശ്യം എന്താണെങ്കിലും അതിനെല്ലാത്തിനും ശരിക്കും ഉപകരിക്കുന്ന ഒരു അവസരമാണ് മൈലേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. ഇതില് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്താഗ്രഹമാണെങ്കിലും എന്ത് സ്വപ്നങ്ങളാണെങ്കിലും അത് ഈ ബിസിനസ്സുമായിട്ടൊന്ന് ബന്ധപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റണം. ആ കണക്ഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്കിതിനെ ഉപകരിപ്പിക്കാൻ പറ്റുള്ളൂ. കയ്യിൽ അവസരമുണ്ട്, നേടുന്ന ആൾക്കാരെ കാണുന്നുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഈ ബിസിനസ് ഉപകരിക്കുമെന്ന രീതിയിൽ നമ്മളിതിനെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മളിതിനെ ശരിയായ രീതിയിലും ഇതിനു വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാവുള്ളൂ. ഇത് തോന്നിയ പോലെ പ്രവർത്തിച്ചാൽ നമുക്കൊന്നും തരില്ല. ഇതിന് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഇത് മൈലേജ് സ്റ്റൈൽ എല്ലാം തരും. നമുക്കറിയാം, നമ്മൾ പല ജോലിയിലും ഏർപ്പെടുന്നുണ്ട്. ഈ ജോലികളിലെല്ലാം തന്നെ നമുക്കറിയാം, നമ്മൾ കമ്പനി ഒരു സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനം ശക്തമായിട്ട് വളരുന്നുണ്ടാവാം, പക്ഷേ നമ്മളുടെ വളർച്ച അത്രയധികം ഉണ്ടാവില്ല. പക്ഷേ ഡയറക്റ്റ് സെല്ലിങ്ങിലോ മൈലേജ് സ്റ്റൈലിലോ കമ്പനി എത്രത്തോളം വളരുന്നു അതനുസരിച്ച് നമുക്കും വളരാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. നമ്മൾ പല സ്ഥാപനങ്ങളിലും ബോസ്, നമ്മുടെ മാനേജറോ എത്രയോ വളർന്നു പോയാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിലപ്പോൾ താഴെക്കടയിൽ നിന്ന് വരാം. പക്ഷെ ഇവിടെ നമ്മൾ ലീഡർ എത്ര വളരുന്നു ആ ലീഡറിനൊപ്പം വളരാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി ശരിയും മനസ്സിലാക്കുക കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് പഴയ രീതിയിൽ ചിന്തിച്ച് പഴയ രീതിയിൽ ജീവിച്ചാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ചെലവുകൾ പണ്ടത്തെ പോലെയല്ല, അതിനേക്കാളും വലിയ മതങ്ങൾ. നമ്മൾ ചുരുങ്ങി ജീവിച്ചാലും നമ്മുടെ മക്കളോ നമ്മളുടെ കുടുംബമോ അതുപോലെ നിന്നോളന്നില്ല. അപ്പോൾ ചെലവുകൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. വരുമാനം കൂട്ടുക എന്നുള്ളതാണ് പറ്റുള്ളൂ. അതിനുവേണ്ടി സഹായമായിട്ടുള്ള ലോകത്ത് എവിടെയും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, ഏത് മേഖലയിലും. ഇപ്പോൾ നമുക്കറിയാം, കച്ചവടമാണെങ്കിലും സിനിമയാണെങ്കിലും ടെക്നോളജി ആശ്രയിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രേഡ് വിത്ത് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ഇനിയുള്ള കാലം ഇതുപോലെയുള്ള ബിസിനസ് ആണെന്ന് പല പത്രങ്ങളും പറയുന്നു. ഇനി ഒരു ജോബ്ലെസ് ഫ്യൂച്ചറിലേക്ക് തയ്യാറെടുക്കാനാണ് പത്രങ്ങളും, എക്കണോമിക് ടൈംസ് പോലെയുള്ള പത്രങ്ങൾ അതിൻ്റെ ലേഖനങ്ങളിൽ പറയുന്നത്, പല പ്രമുഖരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇനിയുള്ള വരാൻ പോകുന്നത് ഫ്രീലാൻസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റികളാണ്. നമുക്കറിയാം, ചുറ്റോട് ചുറ്റും നമ്മൾ യാത്രകൾ ധാരാളം കൂടിയിട്ടുള്ളൊരു കാലഘട്ടം അറിയാം. നമുക്കറിയാം, പഴയ കാലത്തെ പോലെയുള്ള ആളുകൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പുതിയ പുതിയ കാലങ്ങളിലേക്ക് നമ്മൾ റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് പൈസ ഉണ്ടാക്കലും പാശ്ചാത്യ സംസ്കാരങ്ങൾ പോലെ ജോലി എടുക്കുക, അത് വലിയ രീതിയിൽ സൂക്ഷിച്ചു വെക്കലല്ല, ആ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അത് കോവിഡിന് ശേഷം വന്ന 2-3 മാറ്റങ്ങളിൽ പെട്ടതാണ്. ഒന്ന് എന്താണ്, അസുഖം വരാതിരിക്കാൻ നോക്കലും, അതേപോലെ തന്നെ വന്നിട്ട് ചികിത്സിക്കലല്ല വരാതിരിക്കാൻ നോക്കലും, അതുപോലെ പണം ഉണ്ടാക്കിയാലേ ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയിലേക്കും ആളുകൾ മാറി. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പണത്തിന് ആവശ്യക്കാർ ധാരാളം ഉണ്ട്. ഇത് പ്രവർത്തിക്കാനും ഇത് ആളുകൾ എത്തിക്കാനും നമ്മളൊന്ന് തയ്യാറായാൽ മതി. നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ, ഞാൻ തുടങ്ങുമ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞു ഔട്ട്ലെറ്റുകളില്ല, പക്ഷെ ഇന്ന് 30ഓളം ഔട്ട്ലെറ്റുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇന്ന് ഇന്ത്യയിലെ 1000ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. ഏകദേശം 25 പ്രൊഡക്റ്റ് ഞാൻ ബിസിനസ് തുടങ്ങുമ്പോഴുള്ളതെങ്കിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ 108 പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ ഏകദേശം 28ഓളം പ്രൊഡക്റ്റുകൾ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, വളരെ എക്സ്ക്ലൂസീവ് റേഞ്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ശക്തമായ പ്രൊഡക്റ്റുകൾ. ഇത് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള പറഞ്ഞാൽ നമ്മുടെ ഒരു കടമയായിട്ട് നമ്മൾ എടുക്കണം. നമ്മളെ മാത്രം വിജയിക്കുന്നതല്ല, നമ്മൾ വിജയിക്കുമ്പോൾ ഒരു സമൂഹം മുഴുവൻ വിജയിക്കുന്നുണ്ടെന്നുള്ള ഒരു ചിന്തയിലൂടെ നമ്മൾ പോകണം.
ഇതിന് റെസ്പോൺസിബിൾ ആയിട്ട് ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ ഭാഗമല്ല, ഈ ലോകത്തിന്റെ ആളുകളുടെ ഭാഗമായിട്ട് നമ്മുടെ മാത്രം ബിസിനസ് അല്ലാതെയായി മാറും ഒരു ഘട്ടം കഴിഞ്ഞാൽ. ഇത് നമ്മൾ റെസ്പോൺസിബിൾ ജോലി തന്നെയാണ്. ഞാൻ വക്കീലിന്റെ ജോലി പോലെ തന്നെ അതേ റെസ്പോൺസിബിലിറ്റി ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതേ റെസ്പോൺസിബിലിറ്റിയുടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ ശക്തമായിട്ട് ഇതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൽ തുടക്കക്കാർക്കും ഇത്രയും സ്വതന്ത്രമായിട്ട് ചെയ്യാനും അൺകണ്ടീഷണലായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കമ്പനി ഇന്നില്ല. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളെ നോക്കിയുള്ളൂ. ഒന്ന്, ലീഗലായിട്ടുള്ള അറിയാൻ അന്ന് എനിക്ക് അവൈലബിൾ ആയിട്ട് 2 കാര്യങ്ങളുണ്ടായിരുന്നു. കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ, വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ബില്ലോട് കൂടി ടാക്സ് കൊടുത്തിട്ടാണ് കിട്ടുന്നത്. വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ടാക്സ് കൊടുക്കുന്നുണ്ട്. അത് ലീഗലാണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് അപ്പോൾ വന്നു. പക്ഷെ ഇന്ന് ഇവിടെ തുടങ്ങുന്ന ആൾക്കാർ, ഇന്ന് ഇവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർ വളരെ ഭാഗ്യവാന്മാരാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ കേന്ദ്രവും കേരളവും എല്ലാം ഇതിന് പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്നു. പണ്ട് ഒരു മിനിസ്ട്രിയുടെ കീഴിലായിരുന്നെങ്കിൽ ഇന്ന് ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ് ബിസിനസ്. പണ്ട് നിയമം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് കൃത്യമായ നിയമമുണ്ട്. ഇതൊക്കെ ഇന്ന് പഴയ പോലെയുള്ള ബിസിനസ് പോലെ പഴയ ചിന്തയായിട്ട് നമ്മൾ ഇപ്പോൾ നടക്കേണ്ട കാര്യമില്ല. വളരെ വിശ്വസ്തമായി വളരെ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ്സിലാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. ഇതിനെ നന്നായിട്ട് എടുത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു വീക്ഷണകോണിൽ കണ്ട് നല്ലൊരു ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും.